ഉച്ചവാർത്ത ഇന്ന് ആരംഭിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ജനം TV ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചു, സന്നിധാനത്തെ സ്ഥിതി ഭയാനകമാണ്, ഭക്തർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്നത് വാസ്തവമെന്നും കെ ജയകുമാർ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല, 4 മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രസേനയുടെ സഹായം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം ബിഗ് ഇമ്പാക്ട് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ മണിക്കൂറിൽ ജനം TV പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഈ എ ജയകുമാർ സത്യം പറയുമ്പോൾ ഇത് ആരുടെയൊക്കെ കരണത്തേൽക്കുന്ന അടിയാണ് മിഥുൻ? മാത്രമല്ല, ഈ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും സർക്കാരും ഭക്തർക്ക് വേണ്ടി അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ ഈ എ ജയകുമാറിന്റെ കണ്ടെത്തലുകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മിഥുൻ? അശ്വതി, സന്നിധാനത്തെ സ്ഥിതി ഭയാനകമാണ്. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ വലിയ ഭക്തജനക്കൂട്ടം. ഈ ഭക്തജനങ്ങൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് 18-ാം പടിക്ക് താഴേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ, ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. തിക്കും തിരക്കുമാണ് 18-ാം പടിക്ക് താഴെ ആഴിയുടെ ചോട്ടിൽ, ആൽമരത്തിന് ചോട്ടിൽ, ആ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത്. ഈ ബാരിക്കേഡിന്റെ മുകളിലൂടെ ഭക്തജനങ്ങളെ തടയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡിന് മുകളിലൂടെ ഭക്തജനങ്ങൾ, കുഞ്ഞുങ്ങളടക്കമുള്ള ഭക്തജനങ്ങൾ കയറി ചാടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, അതിന്റെ തത്സമയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നതിനുള്ളത്. അത് പറയുകയാണ്, അത് സമ്മതിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ സന്നിധാനത്തെ ക്രൗഡ് മാനേജ്മെന്റ് അതിന്റെ വിലയിരുത്തലുകൾ നടത്തിയപ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് സന്നിധാനത്ത് ഉള്ളത് എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബാരിക്കേഡിന് മുകളിലൂടെ ഭക്തജനങ്ങൾ ചാടിയിറങ്ങുന്ന കാഴ്ച. അത് മണിക്കൂറുകളോളം കാത്തുനിന്ന, വരി നിന്ന 16ഉം 18ഉം മണിക്കൂറൊക്കെ കാത്തുനിന്ന് മടുത്തുപോയ ഭക്തജനങ്ങളാണ് ഇത്തരത്തിൽ ബാരിക്കേഡിന് മുകളിലൂടെ 18-ാം പടിക്ക് താഴേക്ക് ചാടുന്നത്. അതിൽ കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട്. വലിയ അപകടം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പറയേണ്ട ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാണാം, തിക്കും തിരക്കും, വലിയ തിക്കിലും തിരക്കിലും 18-ാം പടിക്ക് താഴേക്ക് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞെത്തുന്ന ആ കാഴ്ച കാണാം. വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച അത് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് നിന്നും കാണുവാൻ ഉള്ളത്. 16ഉം 18ഉം മണിക്കൂറൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവൻ, ഒരു ദിവസത്തിൽ കൂടുതൽ, ഒരു രാത്രി മുഴുവൻ കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ ക്ഷമ നശിച്ച് 18-ാം പടി കയറുന്നതിന് വേണ്ടി, സ്വാമിയെ കാണുന്നതിന് വേണ്ടി തിക്കിത്തിരക്കി എത്തുന്ന, വലിയ തിരക്ക് ഉണ്ടാക്കുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കാവുന്ന, വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ആ ഒരു നിമിഷത്തിലേക്ക്, ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകൾ, ദൃശ്യങ്ങൾ 18-ാം പടിക്ക് താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്രൗഡ് മാനേജ്മെന്റിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് സത്യമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും തുറന്നു സമ്മതിക്കുന്നു. അതിന് കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ വീഴ്ച എന്നുള്ളതാണ്. മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നു. കാരണം ഒരു വലിയ അപകടം ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നാൽ വലിയൊരു അപകടം നടക്കാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോൾ ഈ എ ജയകുമാർ ഇത്തരത്തിലുള്ള സത്യം തുറന്നു പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതിനെതിരെ എന്ത് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്? അശ്വതി, അനിയന്ത്രിതമാണ് തിരക്ക്. നിയന്ത്രിക്കാനാവുന്നതിൽ കൂടുതലാണ് തിരക്ക്. ഏതു നിമിഷവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് സന്നിധാനം പോകുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കൂടി ഭക്തജനങ്ങൾ 18-ാം പടിക്ക് താഴേക്ക് പോവുകയായിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കൂടി ചാടിക്കടക്കുന്നുണ്ട്. ഈ ബാരിക്കേഡുകളൊക്കെ തിരികെ വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. തിരക്ക് അനിയന്ത്രിതമാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. വലിയ അപകട ഭീഷണി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടമൊക്കെ ഉണ്ടാക്കാവുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കൂട്ടത്തിൽ കുഞ്ഞ് അതേ മിഥുൻ, മുന്നൊരുക്കങ്ങളിൽ
ഗുരുതര വീഴ്ച, സന്നിധാനത്തെ സ്ഥിതി ഭയാനകമാണ്. എന്തായാലും മുൻ ദേവസ്വം ബോർഡിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് കെ ജയകുമാർ. ഇനി സർക്കാരും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഇതിൽ ബലിയാടാകുന്നത് പാവപ്പെട്ട ഭക്തരാണ്. അവർക്ക് ആവശ്യമായുള്ള ഒരടിസ്ഥാന സൗകര്യങ്ങളും ഈ സർക്കാരും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ ജയകുമാർ തന്നെ ആ വാസ്തവം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മുന്നൊരുക്കങ്ങളിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ സ്ഥിതി അതീവ ഭയാനകമാണ്. ഭക്തർക്ക് കുടിവെള്ളം പോലും നൽകുന്നില്ല ഈ സർക്കാർ എന്നാണ് കെ ജയകുമാർ പറഞ്ഞു വെക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ആ സന്നിധാനത്തോ പമ്പയിലോ എവിടെയും ക്രമീകരിച്ചിട്ടില്ല. ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ താക്കീത് സർക്കാരിന് നൽകിയിരുന്നു. എന്നിട്ട് പോലും സർക്കാർ പഠിക്കുന്നില്ല, ദേവസ്വം ബോർഡ് പഠിക്കുന്നില്ല. ഭക്തരെ ഇങ്ങനെ ബലിയാടാക്കുകയാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഭയാനകമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും ലഭിക്കുന്നത്. 4 മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വരികയാണ് ഈ ഭക്തർ. 4 കുട്ടികളും മുതിർന്നവരും വയസ്സായവരും ഒക്കെ അടക്കം ഈ ക്യൂവിൽ നിന്ന് പെടാപ്പാടുപെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. എന്തായാലും കേന്ദ്രസേനയുടെ സഹായം തേടുമെന്നാണ്. ഒടുവിൽ കേന്ദ്രസേന തന്നെ വരണം ശബരിമലയിൽ. കേന്ദ്രസേനയുടെ സഹായം തേടിയേ മതിയാകൂ എന്ന് അദ്ദേഹം എ ജയകുമാർ പറയുന്നു.